ഹായ് ഫ്രണ്ട്സ്, ഡ്രീം ഗാർഡനിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വാണ്ടറിങ് ജൂ ചെടി വെച്ച് ചെയ്യുന്നതാണ്. അതിനായിട്ട് എടുത്തിരിക്കുന്നത് നെറ്റാണ്. ഇതുപോലത്തെ കമ്പിയുടെ നെറ്റാണ് വേണ്ടത്. ഏകദേശം ഒരു 6 കഷ്ണം സ്ക്വയർ ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. എല്ലാം ഒരേ വലിപ്പവും നീളത്തിലും വേണം എടുക്കാൻ. ഞാൻ പഴയ നെറ്റാണ് എടുത്തത്, അതുകൊണ്ടാണ് ചെറിയ കളർ വ്യത്യാസമൊക്കെ കാണുന്നത്. ഇനി നമുക്ക് ഇതുപോലത്തെ ചെറിയ നൂൽക്കമ്പി ആവശ്യമാണ്. നിങ്ങളുടെ കയ്യിൽ ത്രെഡ് ഉണ്ടെങ്കിൽ അതായാലും എടുത്താൽ മതിയേ, കമ്പി തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ലേ. ഇനി നമുക്ക് ഇതുപോലെ 2 ഷീറ്റ് എടുത്ത് ഒരു ഷീറ്റിന് അതിൻ്റെ ഉള്ളിലോട്ട് കയറ്റി വെച്ച് നൂൽക്കമ്പി വെച്ച് ഒന്ന് കെട്ടിക്കൊടുക്കണേ. ഇതിനെ ഒരു ചതുരം ആക്കി എടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നമ്മുടെ ചാനലിലൂടെ വ്യത്യസ്തമായിട്ടുള്ള ഗാർഡൻ വീഡിയോസാണ് ഇടുന്നത്. ഇതുപോലെ നമുക്ക് കമ്പി വെച്ചൊന്ന് പിന്ന് ചെയ്ത് കൊടുക്കാവേ. നന്നായി ടൈറ്റിൽ ചുറ്റി കൊടുക്കണേ, എന്നാലേ അത് ഫിറ്റായിട്ട് അവിടെ ഇരിക്കുകയുള്ളേ. ഇത് കണ്ടില്ലേ, ഇതുപോലെ അപ്പർ സൈഡ് നമുക്ക് കെട്ടിക്കൊടുക്കാവേ. വാണ്ടറിങ് ജൂ ചെടി വെച്ച് നമുക്ക് പല രീതിയിൽ ചെയ്യാൻ വേണ്ടി പറ്റുവേ. നമ്മുടെ ചാനലിൽ ഞാനൊരു മരത്തിൻ്റെ ഇത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചാനൽ ചെക്ക് ചെയ്താൽ കാണാൻ പറ്റുവേ. വാണ്ടറിങ് ജൂ ചെടി വെച്ച് ഞാൻ മരം ഉണ്ടാക്കിയതാണ് അത്. ഇതുപോലെ ബാക്കിയുള്ളവയും നമുക്ക് നൂൽക്കമ്പി വെച്ച് ഈ ചതുരം ഒന്ന് സെറ്റാക്കി എടുക്കണേ. ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, എങ്കിലും വലിയ കത്രികയൊക്കെ വെച്ച് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്യാൻ പറ്റുവേ. ഈ നെറ്റ് നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കാതെ കിടക്കുന്ന, നിങ്ങൾ യൂസ് ചെയ്യാത്ത നെറ്റ് ആയാലും മതിയേ. അധികം തുരുമ്പ് പിടിക്കാത്ത ആവണേ, അല്ലെങ്കിൽ അത് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ പൊട്ടിപ്പോകുവേ. ഇത് കണ്ടില്ലേ, ഇതുപോലൊരു ചതുരത്തിൻ്റെ ആകൃതിയിൽ നമ്മൾ ഇതൊന്ന് സെറ്റാക്കി എടുക്കണേ. കുറച്ച് ടൈം എടുക്കുന്ന പരിപാടിയാണ് ഇത്. നിങ്ങളും ഇതുപോലൊക്കെ ചെയ്യാറുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് കണ്ടില്ലേ, ഇപ്പം ഞാനിതൊന്ന് ചതുരമാക്കി എടുത്തിട്ടുണ്ട്. ഇതിപ്പം ഏകദേശം ഒരു ചതുരം പോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇത് കെട്ടുന്നതിൻ്റെ പ്രശ്നം കൊണ്ടാണ് സൈഡൊക്കെ ചെറുതായിട്ട് ചെരിഞ്ഞൊക്കെ ഇരിക്കുന്നത്. അത് കുഴപ്പമില്ലേ. ഇനി നമുക്ക് ഇതുപോലെ ഒരു ചാക്കിൻ്റെ കഷ്ണം കീറിയെടുത്ത ശേഷം അതിലോട്ട് നമുക്ക് മണ്ണൊന്ന് ഇട്ട് കൊടുക്കാവേ. പോട്ടി മിക്സ്, വാണ്ടറിങ് ജൂ ചെടിക്ക് ഞാൻ വലിയ പോട്ടി മിക്സ് ഒന്നും എടുക്കാറില്ല, ഞാൻ സാധാ മണ്ണാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്കിനി ഒന്ന് കെട്ടിക്കൊടുക്കാവേ. ഒരു കയറ് വെച്ച് ഇതിൻ്റെ ആ മുകൾ ഭാഗം ഒന്ന് കെട്ടിയെടുക്കാവേ. നല്ല ടൈറ്റിൽ തന്നെ ഒന്ന് കെട്ടിയെടുക്കാം. വാണ്ടറിങ് ജൂ ചെടി ഒരു കാലത്ത് എല്ലാവരും ഉപേക്ഷിച്ച് എല്ലാവർക്കും ഇഷ്ടമുള്ള ചെടിയായിരുന്നു. ഇപ്പം ആരും അതിനോട് വലിയ താല്പര്യമൊന്നും കാണിക്കാറില്ലേ, പുതിയ പുതിയ ചെടികളൊക്കെ വന്നപ്പം. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാവേ ഈ ചതുരത്തിൻ്റെ ഉള്ളിലോട്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗം വേറൊരു കഷ്ണം ചതുരം എടുത്തിട്ട് ഒന്ന് അടച്ചു കൊടുക്കണേ. ഇതിൻ്റെ ആകൃതി ഇങ്ങനെ ഇരിക്കുന്നത് കാര്യമാക്കണ്ടേ. ആ ചെടി വെച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ആകൃതി ഒന്നും നമ്മൾ കാണുകയില്ലേ. ഇതുപോലെ ഒരു കഷ്ണം എടുത്ത് അതിൻ്റെ മുകൾ ഭാഗം കൂടി ഒന്ന് കെട്ടിക്കൊടുക്കണേ. ഞാനിപ്പോൾ ഒരു ചെറിയ ത്രെഡ് എടുത്താണ് കെട്ടുന്നത്. എൻ്റെ കയ്യിൽ നൂൽക്കമ്പി തീർന്നേ, അതുകൊണ്ട് ഞാൻ ത്രെഡ് വെച്ച് ഒന്ന് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഹാങ് ചെയ്തിടണം. ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ത്രെഡ് ആവശ്യമാണ്. ഇതുപോലെ നമുക്ക് 2 സൈഡിൽ നിന്ന് കെട്ടണം. അതിനുവേണ്ടി ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇതുപോലെ ഒന്ന് ഒരു കെട്ട് കൊടുക്കാവേ. അതുപോലെ തന്നെ അതിൻ്റെ മറു സൈഡും അപ്പുറത്തെ സൈഡും അതുപോലെ തന്നെ ഒന്ന് കെട്ടണം. ഇത് നമ്മൾ ഹാങ് ചെയ്താണ് ഇടുന്നത്. ഹാങ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ ഇതുപോലെ ത്രെഡ് കെട്ടിയിടണേ, അല്ലെങ്കിൽ പിന്നെ അത് നമുക്ക് പിന്നീട് ചെടി വെച്ച് കഴിഞ്ഞിട്ട് ഹാങ് ചെയ്തിടൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുവേ. ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ ഒരു ഹാങ്ങർ പോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യം വാണ്ടറിങ് ജൂ ചെടിയാണ്. ഇതുപോലെ കുറച്ച് കഷ്ണം വാണ്ടറിങ് ജൂ ചെടി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്.
ഇതിൻ്റെ മുകൾ ഭാഗം നുള്ളിയാണ് ഞാൻ എടുത്തത് വാണ്ടറിഞ്ചു ചെടിയുടെ. അതാകുമ്പം ഇതിനകത്ത് വെച്ച് കഴിയുമ്പോൾ കുറച്ചുകൂടി ഭംഗി തോന്നിക്കുവേ. നിങ്ങളുടെ കയ്യിൽ അത്രയും ചെടികൾ ഇല്ലെങ്കിൽ അതിൻ്റെ മുകൾ ഭാഗം എടുക്കണമെന്നില്ല, ചെറുതായി കട്ട് ചെയ്ത് എടുത്താലും മതിയേ. ഇതുപോലെ നമുക്ക് ഒരു ചെറിയ കത്രിക എടുത്ത് ഓട്ടയാക്കി ഓരോ പീസും ഇതുപോലെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് കുത്തി കൊടുക്കാവേ. ഇതുപോലെ ആ മണ്ണിലോട്ട് ഇറങ്ങുന്ന രീതിയിൽ വേണം നമ്മൾ കുത്തിയെടുക്കാനേ. ഇതുപോലെ ഈ ചതുരത്തിൻ്റെ മുഴുവൻ ഭാഗവും നമ്മൾ സെറ്റാക്കി ഇതുപോലെ കുത്തി കൊടുക്കണം. കുറച്ച് ഏറെ വാണ്ടറിഞ്ചു ചെടി ആവശ്യമാണ്. ഇതിപ്പോൾ ഞാൻ മുഴുവനും കുത്തി കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. കണ്ടാൽ അത്യാവശ്യം നല്ല ഒരു ബോൾ പോലെയാണ് തോന്നുന്നത്. എനിക്ക് എന്തായാലും ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഭയങ്കര ഇഷ്ടമാണ്. വീണ്ടും നമുക്ക് നല്ല ഒരു വീഡിയോയുമായി കണ്ടുമുട്ടാം.